ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു വെണ്ടയ്ക്ക മപ്പാസാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വെണ്ടയ്ക്ക പാൽ കറി എന്നും പറയും. ഇത് ചോറ്, ചപ്പാത്തി, അപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക പാൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വെണ്ടയ്ക്ക നമ്മൾ കഴുകി വൃത്തിയാക്കി ഈ ഒരു സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വെണ്ടയ്ക്ക അരിഞ്ഞെടുക്കുമ്പോൾ നന്നായി ശ്രദ്ധിച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ പുഴുക്കൾ കാണും. ഇനി ആദ്യം നമുക്ക് ഈ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതുപോലൊരു പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് കറിയും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെണ്ടയ്ക്കയൊക്കെ കോരി എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് വെളിച്ചെണ്ണ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ആ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു കറിക്ക് വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സവാള ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം, പക്ഷെ ഞാൻ ഈ ഒരു കറിയിൽ ഗരം മസാല ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ തേങ്ങയുടെ 2ാം പാല് ചേർത്തതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെണ്ടയ്ക്ക കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റെങ്കിലും കുക്ക് ചെയ്യണം. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കറി നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ ഇത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത 2ാം പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു വെണ്ടയ്ക്ക 2ാം പാലിൽ കിടന്ന് ഇതുപോലെ അങ്ങ് കുറുകി കിട്ടുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1ാം പാല് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി തിളപ്പിക്കാൻ പാടില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. ഒന്നാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും എല്ലാം കൂടി ഇത് ഏതിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം.
വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.